السلام عليكم ورحمة الله تعالى وبركاته. إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين جستي الأجميري قدس الله سره اللذيذ، وابنه فخر الدين باب السلواري قدس الله سره اللذيذ، وابن ابنه أسام الدين صامباري قدس الله سره اللذيذ، وإلى حضرة جدي علي القطب الأهدل قدس الله سره اللذيذ، وإلى حضرة من ماتوا منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുദൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അല്ലാഹു നമ്മുടെ ഈ സദസ്സും മറ്റു എല്ലാ സദസ്സുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവിധ ഫിത്നയിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ജോലികൾ എല്ലാത്തിലും അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ബഹുവന്യരായ മഖാമിൽ മറവട്ട് കിടക്കുന്ന ഉസ്താദ് അവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല, സമാപനമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ബേക്കിലിരിക്കുന്ന ആളുകളൊക്കെ ഉള്ളവര് ആ മുന്നോട്ട് കയറിയിരുന്ന് എല്ലാവരും മുമ്പിലെ ഒരു ചുവപ്പ് കസാരയും അങ്ങനെ കാലി കാണും. അല്ലാത്ത ആളുകൾ അങ്ങനെ കുറേ ആളുകൾ നിൽക്കാനും, കുറേ ആളുകൾ ഐസ്ക്രീം തിന്നാനും, കുറേ ആളുകൾ റോട്ടുമ്മ നിൽക്കാനും ഒക്കെ തൗഫീഖുള്ള ആളുകളാണ്. അത് അവരങ്ങനെ നിന്നോളും. അത് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോഴാണ് ഒരു പരിപാടിയാവുക. കുറേ ആളുകൾ ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകളുടെയും ഹജ്ജൊന്നും അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ആളുകളുടെ ഹജ്ജൊക്കെ ചിലപ്പോൾ അറഫയിൽ നിന്ന് തന്നെ റെഡിയാവും. ചില ആളുകളുടെ ഹജ്ജ് അറഫയിലേക്ക് എത്തൂല, അതിൻ്റെ മുമ്പ് തന്നെ റെഡിയാവും. ചില ആളുകളൊക്കെ അറഫയിലെത്തുമ്പോൾ അമീറന്മാരോട് തല്ലുണ്ടാക്കുന്ന ആളുകളുണ്ട്. അറഫയിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത് തല്ലുണ്ടാക്കാൻ കഴിയാവുന്ന റാഹത്താണ്. ഇനിയിപ്പോൾ അവിടുന്ന് ഒരു തല്ല് നടത്തിയില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല.
ചിലപ്പോൾ അവർ കരുതിയ ചായ ആവൂല, അവർ കരുതിയ കറി ആവൂല, നിങ്ങളെപ്പോലെ തേങ്ങ കുറേ അരച്ച കറി ആയിക്കൊള്ളണം വന്നില്ല. അപ്പൊ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയാ ഞാൻ 7 ലക്ഷം റുപ്യ കൊടുത്ത് പോകുന്നതാണ്, ഞാൻ ഉദ്ദേശിച്ച കറി ആയിട്ടില്ല. മോന്റെ ഹജ്ജ് അവിടുന്ന് തീരുമാനമാവും. ഇങ്ങനെ പല രൂപങ്ങളിലുമൊക്കെയായി കുറെ ആളുകളുടെയൊക്കെ ഹജ്ജ് അവിടുന്ന് തന്നെ തീരുമാനമായാണ് വരിക. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ആ ഹജ്ജ് അള്ളാഹു കബൂലായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ അവന്റെ ശേഷമുള്ള പ്രവർത്തനം മനസ്സിലാക്കിയാൽ മതി. ഈ മജ്‌ലിസിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവന്റെ അവസ്ഥ ഏത് രൂപമാണോ ആ രൂപത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയതും പോകുന്നതും ഇവിടെ ഇരുന്നതും ഒക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിഫലം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു വീട്ടിൽ ഒരു മജ്‌ലിസ് വെച്ചു, ആ മജ്‌ലിസിന്റെ സമാപനമാകുമ്പോൾ നമുക്ക് തിരിയും ഇത് അള്ളാഹു കബൂലായിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉള്ളൂ. കൂടുതൽ സമയമൊന്നും ഇന്ന് ജുമുഅയെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് ആ ജുമുഅക്ക് ഏകദേശം നമ്മുടെ കഴിയുന്ന നേരത്തെ എത്തി അതിൻ്റെ അവസാനം വരെ ഇരുന്ന് സന്തോഷത്തോടു കൂടെ പിരിയുന്ന ആളുകൾ. ചില ആളുകൾ ഒരു ഖുത്ബ കഴിഞ്ഞെത്തുന്ന ആളുകളുണ്ട്, ചില ആളുകൾ രണ്ടാമത്തെ ഖുത്ബയിലെത്തുന്ന ആളുകളുണ്ട്, ചില ആളുകൾ 2 റക്അത്ത് നിസ്കാരത്തിൽ എത്തുന്ന ആളുകളുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അവന്റെ ആ ഒരു ജുമുഅ എത്രമാത്രം അള്ളാഹു കബൂലായിട്ടുണ്ട് എന്ന്. അതിന് ഒരാളാവശ്യമൊന്നുമില്ല. നേരത്തെ പള്ളിയിൽ വന്നിരുന്ന് 12 മണിക്ക് അല്ലെങ്കിൽ 12:10 ബാങ്ക് വിളിക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, എത്ര ആളുകൾ ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്, എത്ര ആളുകൾ ഇന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നൊക്കെ ഓരോരുത്തർക്കും അറിയാം. അവനവൻ ചെയ്ത അമലുകൾ എന്തൊക്കെയാണെന്ന് അവനറിയാം. എപ്പോഴാണ് അവൻ പള്ളിയിലെത്തിയത് എന്നൊക്കെ ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നാം നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ അത് എത്രമാത്രം കബൂലാണ് എന്നുള്ളത് ഓരോ മനുഷ്യനും ആലോചിച്ചാൽ അറിയാം. എൻ്റെ ഒരു എല്ലാ വിഷയത്തിലുമുള്ള ഒരു നിലപാടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരല്പമാണെങ്കിലും അത് വൃത്തിയിൽ ചെയ്യുക, പോവുക. അതാണ് എൻ്റെ ഒരു തിയറി ഉള്ളത്. അതൊരു വീടുണ്ടാക്കുകയാണെങ്കിലും ഒരു മദ്രസ ഉണ്ടാക്കുകയാണെങ്കിലും പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അത് ആ രൂപത്തിലാവണം. ചില ആളുകൾ വീടുകൾ തുടങ്ങും, ആ വീടിന്റെ പണി പൂർത്തിയാകാതെ 5 വർഷം 6 വർഷവുമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയും. ബാത്റൂം ക്ലിയർ ആക്കുമ്പോൾ കിച്ചണ് ക്ലിയർ ആവൂല, കിച്ചണ് ക്ലിയർ ആക്കുമ്പോൾ ബാത്റൂം ക്ലിയർ ആവൂല, അത് രണ്ടും ക്ലിയർ ആക്കാൻ ഒരുങ്ങുമ്പോൾ ഡൈനിങ് ഹാൾ ഉഷാറാവൂല. ഇങ്ങനെ പൂർത്തിയാകാത്ത ധാരാളം വീടുകൾ നമുക്കറിയാം, ഇഷ്ടംപോലെ. അതെന്തുകൊണ്ടാണ്? അവന്റെ കയ്യിലുള്ള പണത്തിന്റെ അപ്പുറമാണ് അവൻ അതിന് കുറ്റിയടിച്ചിട്ടുള്ളത്. ഒരാളുടെ കയ്യിൽ ഒരു ഇന്നോവ കാറ് വാങ്ങാൻ കാശുണ്ടെങ്കിൽ അവൻ എടുക്കേണ്ടത് ഒരു സ്വിഫ്റ്റാണ് എടുക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് സ്വിഫ്റ്റ് വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ടെങ്കിൽ ഒരു അൾട്ടോ വാങ്ങാൻ പാടുള്ളൂ. ഒരു അൾട്ടോ വാങ്ങാനുള്ള കാശുണ്ടെങ്കിൽ ഒരു നാനോ വാങ്ങാൻ പാടുള്ളൂ. നാനോ വാങ്ങാനുള്ള കാർ ഉണ്ടെങ്കിൽ ഒരു ആക്റ്റീവ വാങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ ഈ വിഷയത്തിൽ താഴോട്ട് ഇങ്ങനെ പോന്നാൽ കടമില്ലാതെ ജീവിക്കാൻ കഴിയും.
ഇന്ന് ആളുകൾക്ക് മുഴുവനും സമാധാനമില്ലാത്ത ആളുകളാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ടെൻഷനുകൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ഓരോരുത്തരെ ഒറ്റയ്ക്ക് വിളിച്ച് ഒരു റൂമിലിരുത്തി അനക്കെന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ ഓരോ A4 ഓരോരുത്തർക്കും എഴുതാനുണ്ടാവും. നേരം വെളുക്കോളം പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. അതെന്തുകൊണ്ടാണ് വരുന്നത്? നാം ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ്. മനസ്സമാധാനം ഇന്ന് ആളുകൾക്കില്ല. സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള മജ്‌ലിസുകൾ നമ്മൾ എത്തിപ്പെടുകയും ഒരല്പമൊക്കെ ദിക്റുകൾ ചൊല്ലി സന്തോഷത്തോടുകൂടെ ദുആ ചെയ്ത് പോകുന്നതുമൊക്കെ ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. ഇന്ന് സമാധാനമില്ലാത്ത ആളുകളാണ് എല്ലാവരും. അങ്ങനെ തന്നെയാണ്. ഇന്ന് ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ അവൻ ആദ്യം തന്നെ തുടങ്ങുന്നത് ലോൺ കൊണ്ടാണ്. ഹൗസ് ലോൺ. ഒരു ഓമന പേരുണ്ട്, നല്ല ഭംഗിയുള്ള പേര്, ഹൗസ് ലോൺ. അപ്പോൾ അതിന്റെ ഗൗരവം കുറഞ്ഞു. ബാങ്കിൽ നിന്ന് ഞാൻ പലിശക്ക് എടുത്തുകൊണ്ടാണ് വീടിന്റെ പണി തുടങ്ങുന്നത് എന്ന് പറയുന്നതിന് പകരം ഹൗസ് ലോൺ എന്ന് വിളിച്ചാൽ അത് വളരെ മനോഹരമായ പേരായി. ഒരു കുട്ടിയോട് SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഈ പരീക്ഷയിൽ പാസ്സായോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടിയുടെ മറുപടി 2 വിഷയത്തിൽ പോയിട്ടുണ്ട്. തോറ്റു എന്നോൻ പറയൂല, ഓൻ തോറ്റു എന്ന് പറയൂല, 4 വിഷയത്തിൽ പോയിട്ടുണ്ട്. ആ പോയിട്ടുണ്ട് എന്നുള്ള സ്ഥലത്ത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ അതാണ്. പക്ഷെ ഓന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഓൻ പറയാ 4 വിഷയത്തിൽ പോയിട്ടുണ്ടെന്നാണ്. അത് ഉടനെ തന്നെ അതിന്റെ ജവാബും പറയും. അത് ഇനി അടുത്ത മാസം എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട്. റെഡി. രണ്ടും തിരിയാത്ത വാപ്പാനും ഉമ്മാനെയും ഓൻ ശരിയാക്കി. രണ്ടും തിരിയാത്ത വാപ്പയും ഉമ്മയും ഓൻ ശരിയാക്കി. വീണ്ടും ചെറിയ ചെറിയ കാശുകൾ വാപ്പന്റെ ഉമ്മന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ തുടങ്ങി. ഒരു ഗൾഫിൽ ചെന്നാൽ ആ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ജോലി ഉപ്പാക്ക് എന്ന് ചോദിച്ചാൽ ഉപ്പയുടെ മറുപടി ഓഫീസ് ബോയ് എന്നാണ്. കേൾക്കുമ്പോൾ നല്ല സുന്ദരമായ പേരാണ്. ഉപ്പയുടെ അടുത്ത് നോക്കുമ്പോ ഓഫീസ് ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികളുടെ ബാത്റൂം കഴുകുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ അത് വിഷമമാണ്. അപ്പൊ പേരുകളൊക്കെ മാറ്റി ഇങ്ങനെ വിളിക്കുമ്പോൾ ആളുകൾക്കൊക്കെ നല്ല സമാധാനമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കണം. ഒരു ദിവസം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുക. കടം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. അതിന് പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട 3 ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ മാതാപിതാക്കൾ, 2 ഉപ്പയും ഉമ്മയും, 3 നമ്മുടെ ഗുരുനാഥന്മാർ. ഈ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പൂർണ്ണമായുള്ള പൊരുത്തം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് എന്ത് പ്രവർത്തനം ചെയ്യുകയാണ് ആ പ്രവർത്തനത്തിൽ ഒരു വിശാലത ഉണ്ടാവുകയുള്ളൂ. ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും പൂർണ്ണമായ പൊരുത്തവും സംതൃപ്തിയും വേണം. എന്നിട്ടാണ് ഒരു വീടിന്റെ പണി തുടങ്ങുന്നത്. ഇന്ന് പലപ്പോഴും വീടുകൾ തുടങ്ങുന്നത് വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 പേർക്കും സുന്ദരമായ രൂപത്തിൽ നടക്കാൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു എതിർപ്പ് വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ വാപ്പയോടും ഉമ്മയോടും തെറ്റിയാണ്, പിണങ്ങിയാണ് വീടിന്റെ പണി തുടങ്ങുന്നത്. പല വീടുകൾ ചെല്ലുമ്പോഴും അവിടെ ചോദിക്കും, വാപ്പോടെ പോയി കുറ്റിയടിക്കണ നേരത്ത് വാപ്പാക്ക് കാലിന് ചെറിയൊരു അസുഖമുണ്ട്, ഇല്ലെങ്കിലോ വാപ്പനായിട്ട് ഞാൻ അത്ര സുഖമില്ല, വാപ്പ അങ്ങനെ ഗിറുഗിറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വാപ്പനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വാപ്പയോന് തമ്മിൽ ഒക്കൂല. അപ്പൊ വാപ്പയുടെ പൊരുത്തക്കോടുകൂടെ ഒരു വിഷയം തുടങ്ങിയാൽ, ഉമ്മയുടെ പൊരുത്തക്കോടുകൂടെ ഒരു വിഷയം തുടങ്ങിയാൽ ആ വിഷയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ്, വാപ്പയും ഉമ്മയും ആരാ പരിഗണിക്കുന്നതെന്ന്
ആരും പരിഗണനയില്ല. അടുത്ത് ഞാൻ ഒരു കഥ അറിഞ്ഞു. മക്കൾ പലപ്പോഴും ഉമ്മ മരണപ്പെട്ടാൽ, വാപ്പയുടെ ഭാര്യ നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ മക്കൾ പലപ്പോഴും വാപ്പനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതി കൂട്ടും. എന്തിനാ ധൃതി കൂട്ടുന്നത്? ഇവർക്ക് വാപ്പക്ക് ഖിദ്മ ചെയ്യാൻ കഴിയൂല, ഇവരെ ഭാര്യനെ കൊണ്ട് വാപ്പക്ക് ഖിദ്മ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് വാപ്പയെ പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചാൽ അതിന് നിബന്ധനയുണ്ട്, ഇനി പ്രസവിക്കാത്ത ഒരാളാവണം. ഒരു നിബന്ധനയുണ്ട്. ഇന്ന് ഞാൻ പോരുമ്പോ ഒരു പ്രായമുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ റമദാനിനോടനുബന്ധിച്ചാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടുകാരനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ കണ്ടപ്പോ അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരും ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹ് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. എന്ത്? 6 മാസം ഗർഭിണിയാണ്. ഞാനും അല്പത്തോട് 6 മാസം ഗർഭിണിയായോ? ഞാൻ ചോദിച്ചു അങ്ങനെ തന്നെ. അപ്പോ ഇദ്ദേഹത്തിന്റെ മക്കള് ഇവന്റെ സുഹൃത്താ. അപ്പൊ ആ സുഹൃത്തിനോട് പറഞ്ഞ്, സംഗതി ഇപ്പോ അപകട, ബാപ്പ കല്യാണം കഴിഞ്ഞപ്പോ ഗർഭിണിയായിട്ടുണ്ട്, അതുകൊണ്ട് അപകടം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുതലിപ്പോ ഓഹരി ചെയ്യുമ്പോ അതിലുണ്ടാണ് കുട്ടിക്കും കൂടി കൊടുക്കേണ്ടി വരും. ഇതാണ് അപകടം. അപ്പൊ വാപ്പയെ ധൃതി പിടിപ്പിക്കുന്നത് വാപ്പയെ നോക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആദ്യം നാം ചെയ്യേണ്ട ഒന്ന്, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നമുക്ക് വേണം. ദാരിദ്ര്യമുണ്ടാകുന്ന ധാരാളം കാരണങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാരണം, മരിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ചെയ്യിപ്പിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ അവന് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. വാപ്പന്റെ ഉമ്മന്റെ പേര് വിളിക്കാൻ പാടില്ല, മുഹമ്മദ്, ഫാത്തിമ എന്ന് വിളിക്കാൻ പാടില്ല. വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പന്റെ ഉമ്മന്റെ പേര് മാറ്റി വിളിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ മതി. അവിടെ ഫാദർ മദർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം. ഇന്ന് വരെ മുത്തുനബി ബാപ്പനെ ഫാദർ എന്ന് വിളിച്ചിട്ടില്ല, ഉമ്മനെ മദർ എന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ മതി. എപ്പോഴും ഉപ്പ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു പദത്തിന് വലിയ അർത്ഥമുള്ള ഒരു വാക്കാണ്. അതൊരു അലിവുള്ള ഒരു വാക്കാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോ 1000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വാപ്പനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ 1000 ഉറുപ്പ്യ വേണം, ഞങ്ങളെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയും, ചിലക്കാതെ എനിക്ക് പോകുമ്പോൾ നല്ലത്, എനിക്കിപ്പോൾ ടൂറ് പോകായിട്ടാണ്. അപ്പൊ രണ്ടാമത് മോൻ പിന്നെയും, പൊന്നാര എൻ്റെ വാപ്പച്ചിയെ നിങ്ങൾ 1000 ഉറുപ്പ്യ തരണം. അപ്പൊ കുറഞ്ഞൊരു അലിവ് നമ്മൾ വന്ന് ആ പൊന്നാരൻ്റെ വാപ്പച്ചി എന്ന് വിളിച്ചപ്പോ ഒരു ചെറിയൊരു അലിവ്. പിന്നൊന്നും കൂടി, നല്ല പച്ചിയല്ലേ, അതുകൊണ്ട് എന്തായാലും 1000 ഉറുപ്പ്യ തരണം. അപ്പം നമ്മളെ ഭാര്യ, മോന്റെ ഉമ്മ പറയും, മോനൊന്ന് കൊടുത്താളി, ഇനി ഓൻ ചോദിച്ചില്ല, റെഡിയായി 1000. അവിടെ ഫാദറെ ഒരു 1000 കണ്ട് കാട്ടിക്കാരൻ എങ്ങനെ ഉണ്ടാവും? കൊടുക്കാൻ കരുതി 1000 ഉണ്ടെങ്കിൽ തീരെ കൊടുക്കൂല. ഇനി അത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ആ ഒരു വാക്കിന് വലിയ ഒരു അലിവുണ്ട്. ഗൾഫിലൊക്കെ അറബി കുട്ടികൾ ഉപ്പനോട് ചോദിക്കുന്നുണ്ടാവും, അബൂയ അതിന് വാഹിദ് സിയാറ, ഒരു കാറ് വേണം. അപ്പൊ വാപ്പ ചൂടായാൽ ലാ, അപ്പൊ കുട്ടികൾ പിന്നെ വിളിക്കും, അതിനി അബൂയ വാഹിദ് സിയാറ, അള്ളാനെ വിചാരിച്ചിട്ട് ഒരു കാറ് വാങ്ങി തരണം വാപ്പ. അപ്പൊ പിന്നെ ഓപ്പറൊന്ന് അയഞ്ഞു, റെഡിയായി, കാറ് കിട്ടി.
അപ്പൊ ആ ഒരു വാക്കിൽ വലിയ ഒരു വിനയമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പേരുകൾ മാറ്റി വിളിക്കരുത്. അങ്ങനെ ഒരാൾ മാറ്റി വിളിക്കുന്നുവെങ്കിൽ അവന് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം